ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. പ്രിയമുള്ള സ്ഥലം വേങ്ങര പത്തുമൂച്ചി വീടിൻ്റെ കിച്ചൻ്റെ ഭാഗത്ത് ഒരു മൂർക്കൻ ഒരു പൂച്ചക്കുട്ടിയെ വീങ്ങി കിടക്കുന്നുണ്ട് എന്ന് അവർ പറഞ്ഞത് കോൾ വന്നത്. അപ്പോൾ ഏതായാലും പോയി നോക്കട്ടെ. അതൊന്ന് സെറ്റ് ചെയ്ത ഒരു പൂച്ചക്കുട്ടി നിന്നോ അല്ലേ? ഒന്നിനെ ഉള്ളിലാക്കിയാണ്. നമ്മുടെ സ്ഥലം വേങ്ങര പത്തുമൂച്ചിയാണ്. അപ്പോൾ നമ്മളെ അയൽവാസിയുടെ വീട്ടിലിങ്ങനെ പാമ്പിനെ കണ്ടപ്പോൾ, അതായത് ഒരു പൂച്ചയുടെ സൗണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ പൂച്ചയുടെ സൗണ്ട് കേട്ടപ്പോൾ പുറത്ത് പോയി നോക്കിയതാണ് അയൽവാസിയിൽ അവർ. അപ്പോൾ പുറത്ത് പോയി നോക്കിയപ്പോൾ പൂച്ചേൻ്റെ തള്ള ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ പോയി നോക്കുമ്പോൾ നമ്മൾ അടുക്കള ഭാഗത്തുള്ള അമ്മിത്തിണ്ടിൻ്റെ ഒക്കെ മേലായിട്ട് അലക്കുകല്ലിൻ്റെ മോൾ ഭാഗത്തൊക്കെ ആയിട്ട് ഈ പാമ്പ് ഈ പൂച്ചയുടെ കുട്ടിയെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നിനെ വിഴുങ്ങി കഴിഞ്ഞ് രണ്ടാമത്തെ കുട്ടിയെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ പെട്ടെന്ന് ചേറൂരുള്ള നമ്മളെ മുസ്തഫാഖാനെ വിളിച്ചത്. മുസ്തഫാഖ അപ്പോൾ തന്നെ പെട്ടെന്ന് ഓടിയെത്തി. ഇപ്പോൾ നമ്മുടെ ഇവിടെ പാമ്പിനെ ഇപ്പോൾ റെസ്ക്യൂ ചെയ്ത് അതിനെ ഒരു ഇതിൻ്റെ ഉള്ളിൽ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ വളരെ നല്ല രീതിയിൽ നമുക്ക് ആർക്കും അപകടം പറ്റാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. വളരെ നന്ദി പറയുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വിഷ്വൽസൊക്കെ അവിടെ കാണാൻ പറ്റും. മൂപ്പർ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു അലക്കല്ലിൻ്റെ ഒരു മൂലക്കാലായിട്ടാണ് ഉണ്ടായിരുന്നത്. നമ്മൾ പെട്ടെന്നൊന്നും കാണാത്ത സ്ഥലത്ത് തന്നെയാണ് ആ ഒരു വിറകൊക്കെ അട്ടിട്ടിന് താഴത്തായിരുന്നു. പിന്നെ ഈ ഇരയെ ഒരു പൂച്ചയെ വിഴുങ്ങിയ ശേഷം അത് താഴത്തേക്ക് വന്നിട്ട് അടുത്ത പൂച്ചയെ വിഴുങ്ങാൻ നിൽക്കുന്ന സമയത്താണ് നമ്മളെ മുസ്തഫാക്ക് എത്തിയത്. ഏതായാലും ഇൻഷാ അല്ലാഹ് അത് അൽഹംദുലില്ലാ നല്ല രീതിയിൽ തന്നെ മൂപ്പർ നമ്മളെ രക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇതുപോലെ മഴക്കാലത്തൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മളെ വീട്ടിൽ ഓരോ അരുഭാഗത്തൊക്കെ നമ്മൾ ഓരോ വിറകും കാര്യങ്ങളൊക്കെ ഇതുപോലെ അട്ടിക്ക് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള ഇതൊക്കെ വരുമ്പോൾ നമ്മളെ ഈ വിറകും കാര്യങ്ങളൊക്കെ വീടിൻ്റെ അകത്തുനിന്ന് മാറ്റി വെച്ചിട്ട് വേറെങ്കിലും നല്ലൊരു തുറസായ ഭാഗത്ത് മാത്രം വെക്കുക. അപ്പോൾ ഇത്തരത്തിൽ എല്ലാവരും ശ്രദ്ധിക്കുക. താങ്ക് യു.